Hi dear students, warm welcome to our English class. Today we are going to take a new chapter, a Saturday morning. ഇന്ന് നാം എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ അധ്യായം, എ സാറ്റർഡേ മോർണിംഗ് എന്നുള്ള പാഠഭാഗമാണ്. ഒന്നാമത്തേത് നിങ്ങളെല്ലാവരും വളരെ ആവേശത്തോടും സങ്കടത്തോടു കൂടിയും നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം. എ സാറ്റർഡേ മോർണിംഗ്. ടോം, നോ ആൻസർ. ടോം, no answer. Where can he be? Aunt Polly asked herself. He must be somewhere here. He must be somewhere here. She went to the door, looked out into the garden, and shouted again, Tom, Tom. No answer. The old lady stood there thoughtfully. Suddenly she heard a sound behind her. She turned round quickly. There was Tom near the cupboard door. He had jam all over his face. What have you been doing? Aunt Polly asked angrily. When Tom did not answer, she went on. You have been stealing jam again. Don't tell me that you haven't. Haven't I told you 100 times to keep away that cupboard? Haven't I told you 100 times to keep away from that cupboard? Where is the stick? Aunt Polly took her stick and raised it high. She was about to strike Tom hard. She was about to strike Tom hard. എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ കഥയുടെ ഏകദേശ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊന്ന് നോക്കാം. ടോം, നോ ആൻസർ. അഗൈൻ ടോം, നോ ആൻസർ. ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം. ഒരു പ്രതികരണവുമില്ല, ഒരു ഉത്തരവുമില്ല. വീണ്ടും വിളിക്കുന്നു. Where can he be? Where can he be? ഇവൻ എവിടെയായിരിക്കും? Aunt Polly asked herself. Aunt Polly asked herself. Aunt Polly ചോദിച്ചു, ഇവൻ എവിടെയായിരിക്കും എന്ന് അവൾ സ്വയം ഇങ്ങനെ ചോദിച്ചു. He must be somewhere here. അവൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അവൻ ഇവിടെ എവിടെയോ ആയിരിക്കണം. She went to the door, look out into the garden, and shout again, Tom, Tom. No answer. അവള് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഗാർഡനിലൊക്കെ ഞാൻ നോക്കി. She went to the door. അവൾ ഡോറിൻ്റെ അടുത്തേക്ക് പോയി. Looked out into the garden. അവൾ ഗാർഡനിലൊക്കെ ഞാൻ നോക്കി, അടുത്തുള്ള ഗാർഡനിലൊക്കെ നോക്കി. And shouted again, Tom, Tom. No answer. അവൾ വീണ്ടും ഇങ്ങനെ വിളിച്ചു, ടോം, ടോം എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്നും ഒരു ഉത്തരവുമില്ല, ഒരു വിളിയും കേൾക്കുന്നില്ല. ദ ഓൾഡ് ലേഡി, ആ വൃദ്ധയായ സ്ത്രീ, stood there thoughtfully. അവൾ അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. Suddenly she heard a sound behind her. അവളുടെ ബാക്കിൽ നിന്നും അവളൊരു ശബ്ദം കേട്ടു. She turned round quickly. പെട്ടെന്ന് തന്നെ അവൾ ഇവിടെ തിരിഞ്ഞു. There was Tom near the cupboard door. അലമാരയുടെ വാതിലിനടുത്ത് അവനുണ്ടായിരുന്നു. ടോം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. He had jam all over his face. അവന്റെ മുഖത്താകെ ജാം ഉണ്ടായിരുന്നു. അവന്റെ മുഖത്താകെ ജാം തിന്നതിന്റെ അടയാളങ്ങളുണ്ടായിരുന്നു. What have you doing? Aunt Polly asked angrily. What have you been doing? Aunt Polly asked angrily.
ഓൺ പോളി ചോദിച്ചു, എന്താണ് നീ ചെയ്തിരുന്നത് അവിടെ? ദേഷ്യത്തോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത്. When Tom did not answer, ടോമിനൊന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. She went on, you have been stealing jam. She went on, അവൾ ഇങ്ങനെ തുടർന്നുകൊണ്ട്, go on എന്ന് പറയുന്നത് തുടർന്നു പോവുക, അതുപോലെ കൊണ്ടോ കണ്ടിന്യൂ എന്നുള്ള അർത്ഥത്തിൽ. She went on, അവൾ തുടർന്നു. You have been stealing jam again. നീ വീണ്ടും, stealing എന്ന മോഷ്ടിക്കാൻ അർത്ഥം, നീ വീണ്ടും ജാം കട്ടെടുത്തുല്ലേ. Don't tell me that you haven't. Don't tell me that you haven't. എന്നോട് പറയണ്ട, നീ അത് ചെയ്തിട്ടില്ല എന്ന് നീ എന്നോട് പറയണ്ട. Haven't I told you 100 times? നിന്നോട് ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടില്ലേ? To keep away from cupboard. That cupboard. നീ ആ കബോർഡിന്റെ അടുത്തേക്ക് പോവരുത് എന്ന് നിന്നോട് ഞാൻ ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടില്ലേ? Haven't I told you 100 times to keep away from that cupboard? ആ അലമാരയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിന്നോട് ഞാൻ ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ അലമാരയുടെ അടുത്തേക്ക് പോവരുത് എന്ന് നിന്നോട് ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടില്ലേ? അതായത് കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. Where is the stick? എവിടെ വടി എവിടെ? Aunt Polly took her stick and raised it high. അവൾ അവളുടെ ആ വടിയെടുത്തു, എന്നിട്ട് അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു. She was about to strike Tom hard. അവൾ ടോമിനിങ്ങനെ നന്നായിട്ട് പ്രഹരിക്കാൻ നിന്നു, അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ടോമിനെ നന്നായിട്ട് കഠിനമായിട്ട് അടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ആ സമയത്ത് ടോം ഒരു ഐഡിയ എടുക്കണം. എന്താണ് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കൂ. Look behind you, Andy, shouted Tom. Aunt Polly looked behind her. This was Tom's chance. He rushed out of the house. He climbed over the fences. Soon he was far away. Aunt Polly was angry, but she laughed. He is a bad boy, she said to herself. But I love him. He is poor dead sister boy, and I must look after him. I don't like to hit him again. I don't like to hit him, though I have to punish him. Though I have to at times. If I don't punish him, he will grow up lazy and wicked. If I don't punish him, he will grow lazy and wicked. He will grow up lazy and wicked. Yes, I must punish him. Yes, I must be strict. I will have to punish him for stealing the jam. I will have to punish him for the stealing jam. But how? I know tomorrow Saturday, and there is no school. On Saturday. The boys have a holiday. But I will make Tom work. That will punish him. എന്താ പറഞ്ഞത്? Look behind you, Andy. Andy, നിങ്ങളുടെ പിറകിലേക്കൊന്ന് നോക്കൂ. Shouted Tom. Look behind you, Andy. Shouted Tom. Tom പറഞ്ഞു, ആൻഡി നിങ്ങളുടെ പിറകിലേക്കൊന്ന് നോക്കൂ. Aunt Polly looked behind her. ആ സമയത്ത് Aunt Polly പിറകിലേക്ക് നോക്കി. This was Tom's chance. This was Tom's idea. ഇത് ടോമിന്റെ ഒരു ചാൻസ് ആയിരുന്നു, ഒരു ഐഡിയ ആയിരുന്നു. എന്തിന്? He rushed out of the house. അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടാനുള്ള ഒരു ഐഡിയ ആയിരുന്നു. He rushed out of the house. അവൻ വീട്ടിൽ നിന്നും. He climbed over the fence. അവന് വേലി കടന്നുപോയി. വേലിയുടെ മുകളിലൂടെ കടന്നിട്ട് അവൻ പോയി. Soon he was far away. പെട്ടെന്ന് തന്നെ അവൻ ദൂരേക്ക് കടന്നുപോയിരുന്നു. Aunt Polly was angry, but she laughed. Aunt Pollyക്ക് ദേഷ്യം പിടിച്ചു, എങ്കിലും അവൾ ചിരിച്ചു.
He is a bad boy. He is a bad boy. അവനൊരു ചീത്ത കുട്ടിയാണ്. അവനൊരു വികൃതി കുട്ടിയാണ്. He is a bad boy. She said to herself. അവൾ സ്വയം പറഞ്ഞു അവനൊരു വികൃതി കുട്ടിയാണ്, അവനൊരു ചീത്ത കുട്ടിയാണ് എന്ന് അവൾ സ്വയം പറഞ്ഞു. But I love him. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. He is my poor dead sister's boy. അവൻ എൻ്റെ മരിച്ചുപോയ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്, എൻ്റെ സഹോദരിയുടെ കുട്ടിയാണ് എന്നതുകൊണ്ട് അവൻ ഞാൻ ഇഷ്ടപ്പെടും. ആൻഡ് ഐ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഹിം. എങ്കിലും ഞാൻ അവനെ പരിചരിക്കേണ്ടതുണ്ട്. എനിക്ക് എന്തായാലും അവനെ പരിചരിക്കണം. ഓൺ പോളീസ് സൈൻഡ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ഹിം. എനിക്ക് അവനെ അടിക്കുന്നത് ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിറ്റ് ഹിം. എനിക്ക് അവനെ അടിക്കുന്നത് ഇഷ്ടമില്ല. ദോ ഐ ഹാവ് ടു അറ്റ് ടൈംസ്. എങ്കിലും ഈ സമയത്ത് എങ്ങനെ അത് ചെയ്യാതിരിക്കും? എങ്കിലും പലപ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്കവൻ അടിക്കുന്നതൊന്നും ഇഷ്ടമില്ല, എങ്കിലും പല സമയത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇഫ് ഐ ഡോണ്ട് പണിഷ് ഹിം, ഞാൻ അവനിക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, അവനിക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ, he will grow up lazy and wicked. He will grow up lazy and wicked. അവന് ഒരു മടിയനായിട്ടും വളർന്നു വരും. ഞാൻ അവനക്ക് പണിഷ്മെന്റ് എങ്ങാനും കൊടുത്തിട്ടില്ലെങ്കിൽ അവനൊരു മടിയനായിട്ടും ക്രൂരനായിട്ടും വലുതാവും. യെസ്, ഐ മസ്റ്റ് ബി സ്ട്രിക്റ്റ്. ഓൺ പോളി സൈൻഡ്. ഓൺ പോളി പറഞ്ഞു, വിശ്വസിച്ചു. എന്തായാലും ഞാൻ നല്ല സ്ട്രോങ് ആവാൻ പോവുകയാണ്, സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്. ഐ വിൽ ഹാവ് ടു പണിഷ് ഹിം. ഞാൻ അവനക്ക് എന്തായാലും പണിഷ്മെന്റ് കൊടുക്കും. ഐ ഹാവ് ടു പണിഷ് ഹിം ഫോർ എ സ്റ്റീലിംഗ് ജാം മോഷ്ടിച്ചതിന്, കട്ടെടുത്തതിന് എന്തായാലും അവനിക്ക് ഞാൻ പണിഷ്മെന്റ് കൊടുക്കും. ഹൗ? പക്ഷെ എങ്ങനെ? ഐ നോ ടുമോറോ ഈസ് സാറ്റർഡേ. എനിക്കറിയാം നാളെ സാറ്റർഡേ ആണ്, നാളെ ശനിയാഴ്ചയാണ്. ആൻഡ് there is no school on Saturday. There is no school on Saturday. ഇവിടെ സാറ്റർഡേയിൽ സ്കൂളില്ല. നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സ്കൂളില്ലല്ലോ. The boys have a holiday. ആൺകുട്ടികൾക്കൊക്കെ നാളെ ഒഴിവ് ദിവസമാണ്. But I will make Tom work. പക്ഷെ ടോമിന് ഞാനൊരു പണി കൊടുക്കും. That will punish him. അതാണ് അവനക്കുള്ള പണിഷ്മെന്റ്. നാളെ അവനക്ക് ഞാനൊരു പണി കൊടുക്കും. കുട്ടികളെല്ലാവരും കളിക്കാൻ പോകുമ്പോൾ അവനക്ക് ഞാൻ നാളെ ഒരു പണി കൊടുക്കും. നാളെ എല്ലാവർക്കും ഹോളിഡേ ആണ്, അതുകൊണ്ട് നാളെ ഞാൻ അവനക്കൊരു പണി കൊടുക്കും. The next day, Saturday, was a holiday for the school. All the boys in the village were free. It was a beautiful day. The sun was shining and the birds were singing. The trees and flowers looked fresh and lovely. Tom, of course, want to go swimming. All other boys were going swimming. എന്താ പറഞ്ഞത്? The next day, അടുത്ത ദിവസം, സാറ്റർഡേ. ദിവസം എന്താണ്? സാറ്റർഡേ ആണ്. എന്താ പ്രത്യേകത?
was a holiday for all school. അവിടെയുള്ള എല്ലാ സ്കൂളുകൾക്കും അന്ന് അവധിയാണ്. All the boys in the village were free. All the boys in the village were free. ആ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും ഫ്രീ ആകുന്ന ഒരു ദിവസമാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അന്നൊരു നല്ലൊരു ദിവസമാണ്, നല്ല സന്തോഷമുള്ള ആനന്ദമുള്ള ദിവസമാണ് കുട്ടികൾക്കൊക്കെ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് അല്ലേ? എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സ്കൂളിലേക്ക് വരണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷേ സ്കൂൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഒരു ഒഴിവ് ദിവസം കിട്ടിയെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ ഇവർക്കും ശനിയാഴ്ച എല്ലാ കുട്ടികൾക്കും ഫ്രീ, നല്ല സന്തോഷമുള്ള ദിവസമാണ്. The sun was shining and the bird was singing. The sun was shining and the birds were singing. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നു, തിളങ്ങി വരുന്നു. And birds were singing. കിളികളൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നു. കിളികളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ ഇങ്ങനെ തിളങ്ങി ഉദിച്ചു വരുന്നു. അതേ പ്രഭാതത്തെ സൂചിപ്പിക്കുകയാണ്. നേരം വെളുത്തു, ശനിയാഴ്ച നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. The trees and flowers looked fresh and lovely. മരങ്ങളും പൂക്കളുമെല്ലാം ഫ്രഷ് ആൻഡ് ലവ്ലി. മരങ്ങളും പൂക്കളുമെല്ലാം പുതിയതും മനോഹരവുമായിരിക്കുന്നു. നല്ല പുതിയ പൂക്കൾ, പ്രഭാതത്തിലാണല്ലോ പൂവ് വിടരുക. പുതിയ പൂക്കൾ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷമാകെ നല്ലൊരു അന്തരീക്ഷം ആയിരിക്കും. Of course want to go swimming. Tom of course want to go swimming. ടോമിന് എന്തായാലും എവിടേക്ക് പോകേണ്ടി വരും? സ്വിമ്മിങ്ങിന്, നീന്താൻ വേണ്ടി പോകേണ്ടി വരും. All other boys were going swimming. മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികളും സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് ആർക്കും പോവേണ്ടി വരും? ടോമിനും എവിടേക്ക് പോവേണ്ടി വരും? നീന്താൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ സംഭവിക്കുന്നത് നോക്കാം. ടോമിന് എന്തായാലും പോവേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. Tom came sadly out of the house. He held a long brush in one hand. In other he carried a bucket full of whitewash. Tom came sadly out of the house. He held a long brush in one hand. In the other he carried full of whitewash. His aunt asked him to whitewash the fence. His aunt asked him to whitewash the fence. Tom looked sadly at the fences. Tom looked sadly at the fence. How high it is, how long it is, he thought. How high it is, how long it is, he thought. Indeed, the height of the fence was 9, and its length was 30 yards. And its length was 30 yards. Tom put his brush into the whitewash. Tom put his brush into the whitewash. He drew it slowly across the fences. He drew it slowly across the fence. It made a very small white mark. Tom tried again. Another very small white mark. Tom sat down and sighed heavily. He took out all the things that he had in the pocket. He took out all the things that he had in the pocket. He had some marbles, some pieces of string, and 2 or 3 broken toys. എന്താ പറഞ്ഞത്? Tom came sadly out of the house. ടോം വളരെ വിഷണ്ണനായിട്ട്, ദുഃഖിതനായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തു വന്നത്. He held a long brush in the one hand. He held a long brush in the hand.
He held a long brush in one hand. അവൻ്റെ ഒരു കയ്യിൽ ഒരു നീളമേറിയ ബ്രഷ് ഉണ്ടായിരുന്നു. In the other, he carried a bucket full of whitewash. മറ്റേ കയ്യിലോ ഫുള്ള് വൈറ്റ് വാഷ് പെയിൻറ്റ് ഉണ്ടായിരുന്നു. വൈറ്റ് വാഷ് അടിക്കാറില്ല നമ്മൾ. അപ്പോൾ വെള്ള പെയിൻറ്റ് ഒരു ബക്കറ്റ് നിറയെ അടുത്ത കയ്യിലുമുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ബ്രഷും ഒരു കയ്യിൽ ഫുള്ള് വൈറ്റ് വാഷുമായിട്ടാണ് അവനിങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നത്. His aunt asked him to whitewash the fence. അവൻ്റെ ആൻറ്റി അവനോട് പറഞ്ഞു, നീ ആ വേലിക്ക് പോയിട്ട്, ഫെൻസ് എന്ന് പറഞ്ഞ വേലിക്ക് പോയിട്ട് വൈറ്റ് വാഷ് ചെയ്യ്. അതാണ് അവന് കൊടുത്ത വർക്ക്. ടോം ലുക്ക്ഡ് സാഡ്ലി അറ്റ് ദ ഫെൻസ്. ടോം ദുഃഖത്തോടെ ആ വേലി എങ്ങനെ നോക്കി. ടോം ദുഃഖത്തോടെ ആ വേലി എങ്ങനെ നോക്കി. How high it is, how long it is, Tom said. He thought. How high it is, how long it is, he thought. അവൻ ചിന്തിച്ചു, എന്തൊരു നീളമാണ്, എന്തൊരു വീതിയാണ്. Indeed, the height of the fence was 9 feet. Its length was 30 yards. ഇതിൻ്റെ നീളം 9 അടിയും 30 അടി വീതിയുമുണ്ട്. യാർഡ് ആൻഡ് ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിക്കണക്കിനാണ് പറയാം. ഒരു തരം അളവാണ്. നമ്മൾ ഒരടി കണക്ക് പറയാറില്ല. അപ്പോൾ 9 അടി നീളവും 30 യാർഡ് വീതിയുമുണ്ട് ഈ വേലിക്ക്. Tom put his brush into the white wash. ടോം അവൻ്റെ ബ്രഷ് ഈ വൈറ്റ് വാഷിലേക്ക് ഇട്ടു. He drew it slowly at the fence. He drove it slowly across the fence. അവന് മെല്ലെ ഈ ഫെൻസിനിങ്ങനെ അടിക്കാൻ തുടങ്ങി, പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. ഫെൻസിന് നേരെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, ബ്രഷ് ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങി. It made a very small white mark. ഇതെന്താണ്? ചെറിയൊരു വെള്ള ഡോട്ട് മാത്രം. അവനിങ്ങനെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ആ ഫെൻസിൽ ഒരു ചെറിയ വെള്ള മാത്രം പിടിക്കുന്നുള്ളൂ. ടോം ട്രൈഡ് അഗെയിൻ. അവൻ വീണ്ടും ഇങ്ങനെ ശ്രമിച്ചു. അനദർ വെരി സ്മാൾ വൈറ്റ് മാർക്ക്. വീണ്ടും അവനിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും ഒരു ചെറിയ വെള്ള ഡോട്ട് അവിടെ ഇങ്ങനെ വീഴും. പിന്നെ അവനെടുത്തടിക്കും. അപ്പോഴും ഇങ്ങനെ ചെറിയ വൈറ്റ് മാർക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ടോം സാറ്റ് ഡൗൺ ആൻഡ് സൈൻഡ് ഹെവിലി. ടോം അങ്ങനെ അവിടെ കുഴങ്ങി അവനെ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് അവൻ നെടുവീർപ്പ് ഇങ്ങനെ ഇട്ടു. He took out all things that he had in his pocket. അവൻ്റെ പോക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവൻ പുറത്തേക്കെടുത്തു. He had some marbles. കുറേ മാർബിളിൻ്റെ കഷ്ണങ്ങൾ. Some pieces of string. കുറേ ചരടിൻ്റെ കഷ്ണങ്ങൾ. And 2 or 3 broken toys. അവൻ്റെ പൊട്ടിയ 2-3 കളിപ്പാട്ടങ്ങളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ അവൻ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു.